കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു യോക്ക് ഡിസൈനിങ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫ്ലവേഴ്സിന് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഈ 3 കളർ ഷെയ്ഡാണ്. ബ്ലൂവിൻ്റെ 2 ഷെയ്ഡും വൈറ്റും ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഗ്രീനിൻ്റെ 2 ഷെയ്ഡ് ലീഫിനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന യോക്കിൻ്റെ പാറ്റേൺ. പേപ്പർ പാറ്റേൺ ആണ് കേട്ടോ ഇത്. ഇത് ഞാൻ വൈറ്റ് കാർബൺ ഷീറ്റ് യൂസ് ചെയ്തിട്ട് ക്ലോത്തിലേക്ക് ഒന്ന് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ സ്റ്റെം പോർഷനിലൂടെയാണ് വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 3 സ്റ്റാൻഡ്സ് സിൽക്ക് ത്രെഡ് രണ്ടായിട്ട് മടക്കിയിട്ട് 6 സ്റ്റാൻഡ്സ് ആക്കിയിട്ട് നോട്ട് ചെയ്തെടുക്കുവാണ്. ഇനി സ്റ്റെമ്മിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നീഡിലെടുക്കുകയാണ്. കുറച്ച് ഫ്രണ്ടിൽ നിന്നാണ് ഇപ്പോൾ നീഡിലെടുത്തിരിക്കുന്നത്. ഇനി ബാക്കിലേക്ക് ഇതുപോലെ ഒന്ന് നീഡിൽ താഴ്ത്തി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. പക്ഷേ നമ്മൾ സ്റ്റെം പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് വിപ്ഡ് ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാക്ക് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് എന്ന് വെച്ചാൽ സാധാരണ 1 സെൻറ്റിമീറ്റർ എങ്കിലും ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം നമ്മൾ ഓരോ ബാക്ക് സ്റ്റിച്ചും ചെയ്യാനായിട്ട്. വിപ്ഡ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഇടുന്നത്. അല്ലെങ്കിൽ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി പെർഫെക്ഷൻ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഈ 1 സെൻറ്റിമീറ്ററിൽ ബാക്ക് സ്റ്റിച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന നീഡിൽ നമ്പർ 9 ആണ് കേട്ടോ. അപ്പോൾ സിൽക്ക് ത്രെഡ് നമ്മൾ ആകെ കൂടെ 6 സ്ട്രാൻഡ്സ് എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നീഡിൽ നമ്പർ 9 എടുത്തിരിക്കുന്നത്. നീഡിൽ നമ്പർ 5 വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ നീഡിൽ നമ്പർ 5 ആണെങ്കിൽ ഹോളില്ലേ, നമ്മൾ ഈ നീഡിൽ ഇറങ്ങി പോകുമ്പോൾ വരുന്ന ഹോൾ അത് കുറച്ച് വലുതായിരിക്കും. അപ്പോൾ അങ്ങനെ വരാതെ ചെറിയ ഹോൾ മാത്രം മതി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നീഡിൽ നമ്പർ 9 എടുത്തത്. അപ്പോൾ ഇതില്ലെങ്കിൽ നീഡിൽ നമ്പർ 5 ആണെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഇതെല്ലാം വാങ്ങിക്കാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ അഫിലിയേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വീഡിയോയിൽ അഫിലിയേറ്റിൽ പോയാൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. നീഡിൽ നമ്പർ 9ഉം 5ഉം ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സ്റ്റിച്ച് ചെയ്ത ശേഷം ഞാൻ വീണ്ടും നീഡിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് എടുക്കുവാണ്. എടുത്തിട്ട് മുകളിൽ നിന്ന് ഈ ഒരു സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ നീഡിൽ ഇതുപോലെ കടത്തിയിട്ട് വലിക്കുവാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യവും ചെയ്ത് കൊടുക്കണം. ഓരോ സ്റ്റിച്ചിൻ്റെ അടിയിലൂടെയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ക്ലോത്തിൽ കൊള്ളാതെ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ തന്നെ വേണം ചെയ്യാൻ. ഇപ്പം ഞാൻ മുകളിൽ നിന്ന് താഴേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നീഡിൽ കടത്തിയിട്ട് തന്നെയാണ് വലിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ സ്റ്റെമ്മിൽ കാണാറുള്ളത് ഒന്നെങ്കിൽ ചെയിൻ സ്റ്റിച്ച് അല്ലെങ്കിൽ സ്റ്റെം സ്റ്റിച്ചൊക്കെയാണ് കാണാറുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്താൽ ഒരു ഡിഫറെൻറ്റ് ലുക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്റ്റിച്ച് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തത്. ഇതിൻ്റെ എൻഡ് എത്തുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നീഡിൽ കടത്തിയിട്ട് ഇവിടെ താഴേക്ക് നീഡിൽ വീണ്ടും താഴ്ത്തിയ ശേഷം അവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും എവിടെയാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത അതേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്താണ് നമ്മൾ ഓരോ സ്റ്റെമ്മിലും ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഞാൻ 4 സ്റ്റാൻഡ്സ് സിൽക്ക് ത്രെഡ് രണ്ടായിട്ട് മടക്കി 8 സ്റ്റാൻഡ്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലീഫ് ചെയ്യാനായിട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ക്രെവൽ നീഡിൽ 5 ആണ്. അത് വെച്ചിട്ട് നമുക്ക് ലേസി ഡേസി സ്റ്റിച്ച് ചെയ്ത് ലീഫ് കംപ്ലീറ്റ് ചെയ്യാം.
ഇനി ഞാൻ 8 സ്റ്റാൻഡ്സ് സിൽക്ക് ത്രെഡ് രണ്ടായിട്ട് മടക്കിയിട്ട് 16 സ്റ്റാൻഡ്സ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ സർക്കിളിൻ്റെ കുറച്ചകത്ത് നിന്ന് ഇതുപോലെ നീഡിൽ എടുക്കുകയാണ്. എന്നിട്ട് നീഡിലേക്ക് 2 തവണ നമുക്ക് ത്രെഡ് ഒന്ന് ഇതുപോലെ ചുറ്റിയിട്ട് ആ സർക്കിളിൻ്റെ ബോർഡറിലേക്ക് നീഡിൽ താഴ്ത്തി കൊടുക്കുകയാണ്. അപ്പോൾ വിരൽ നമ്മൾ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് താഴ്ത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പെറ്റലിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ പെറ്റലും അഡ്ജസ്റ്റ് ചെയ്യുന്നത് വിരൽ വെച്ചിട്ടാണ്. അപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ ആ ഒരു ഫുൾ സർക്കിളും കംപ്ലീറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് റിംഗ് നോട്ടാണ്. ഇവിടെ നമ്മൾ ഫ്ലവേഴ്സിന് ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, പിന്നെ വൈറ്റ് ഈ 3 കളർ ഷെയ്ഡ്സുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചില ഫ്ലവേഴ്സിന് ലൈറ്റ് ബ്ലൂവും വൈറ്റും വരുന്നുണ്ട്, ചിലതിന് ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റിയാണ് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആദ്യം ഈ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഓക്കെ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമേ ചെയ്തപ്പോൾ അത് ശരിയായില്ലെന്ന് വെച്ചിട്ട് വിഷമമൊന്നും വിചാരിക്കേണ്ട. കുറേ പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്യുക, അപ്പം അത് ഓട്ടോമാറ്റിക്കലി വന്നോളൂ കേട്ടോ. അപ്പം ഈ ഓരോ ചെറിയ ട്രിക്ക് നമ്മൾ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ അതുപോലെ ചെയ്താൽ ചിലപ്പം നിങ്ങളുടെ ഒരു ഫ്ലവേഴ്സിനൊക്കെ ആ പെർഫെക്ഷൻ വരുന്നതാണ്. അപ്പം ഇതേപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ശരിയായില്ലെങ്കിൽ നിങ്ങൾക്ക് ആങ്കർ ത്രെഡ് ആണെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ഞാൻ ബ്ലൂ ഷെയ്ഡാണ് യൂസ് ചെയ്തത്. ഇതിന് പകരം പീച്ച് ആണെങ്കിലും ബ്ലാക്കിൽ പീച്ച് കളറോ പിങ്ക് കളറോ ഒക്കെ വന്നാൽ നല്ല ഭംഗിയാണ്. അപ്പം അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ഫ്ലവർ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയ്ക്കെല്ലാം സ്കാറ്റർ ചെയ്ത് ഫ്രഞ്ച് നോട്ടും കൂടെ ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഫ്ലവറിൻ്റെ നടുക്കത്തെ സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ഗോൾഡൻ റൗണ്ട് ബീഡ് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് പകരം ത്രെഡ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്.